ഹലോ ഗൈസ്, വെൽക്കം ടു കേസസ് കോട്ട്. ഇന്ന് ആയിരിക്കും നിങ്ങൾ എന്നെ ആദ്യമായിട്ട് ഡയറക്റ്റ് കാണുന്നത്. കേസസ് കോട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ആരാണ് കേസസ് കോട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇനി മുതൽ ക്ലാസ്സുകൾ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് നടത്താം. ഓക്കെ, സോ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഞാനായിരുന്നു ഈ കേസസ് കോട്ടിന്റെ ആ ഒരു പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ബാച്ചസ് ഉണ്ട്. സോ അവരെല്ലാം നമ്മൾക്ക് കറക്റ്റ് ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാംസ് ഉടനെ വരുന്നുണ്ട് അല്ലെ. സോ ഓൾറെഡി ഞങ്ങള് ആ ഒരു മെയിൻസിന്റെ ക്ലാസ് ടെലഗ്രാം ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒരു മാസം പിന്നിട്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കുറെ കുട്ടികൾ എന്റെ യൂട്യൂബ് മാത്രം കണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ കുറെ പേര് പഠിക്കുന്നുണ്ടായിരുന്നു. സോ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി മെയിൻസിന്റെ ക്ലാസ്സസ് ഒന്ന് പെട്ടെന്ന് ചെയ്യാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ച് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് പാസ്സായി ഇരുന്ന് അടുത്ത മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമല്ല, ഇനി അടുത്ത ഒരു നമ്മളെ 2022 ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. സോ ആ എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ 10th ലെവൽ 12th ലെവൽ എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എക്സാമിന് മുമ്പായിട്ട് ഓൾമോസ്റ്റ് ഒരു 80-85 അല്ലെങ്കിൽ ഒരു 90% ടോപ്പിക്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കംപ്ലീറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് മാത്രമാണ് എന്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, സോ അപ്പൊ ഒരുപാട് കുട്ടികൾ നമുക്ക് ആ ഒരു ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്ലാസ്സസ്, എന്തായാലും നമ്മൾ ടോപ്പിക് എടുക്കുന്നത് ഡിഗ്രി ലെവൽ മെയിൻസിനുള്ള ടോപ്പിക് തന്നെയാണ്. അത് കേസിനും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു മെയിൻസ് കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് കേസിനെ മനസ്സിൽ വരുത്തോളൂ അല്ലെ, വയല് വരുത്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ആ ഒരു സിലബസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ ഒരു ലെവലിലുള്ള എക്സാംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കൂ, അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ആദ്യമേ തന്നെ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിനുണ്ട്, ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്ക്, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, നോക്കൂ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് 10, അതുപോലെ തന്നെ ലൈഫ് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിനകത്ത് എല്ലാം ഓൾമോസ്റ്റ് 3 മാർക്ക്, അതുപോലെ തന്നെ ബയോളജി ബേസ് ചെയ്തുകൊണ്ട് 6 മാർക്കുകൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ നോക്കൂ, കറണ്ട് അഫയേഴ്സ് 15 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോക്കാം ആദ്യം എന്താണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവര് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹിസ്റ്ററിയുടെ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുന്ന, എനിക്ക് ടെലഗ്രാം ബാച്ചിൽ കൊടുത്ത പോർഷൻസ് ആണ്. നമ്മളിപ്പം ഈ ഒരു ഫെബ്രുവരി മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്കും ഉപകരിക്കും. നിങ്ങൾ ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഈ ഓരോ ടോപ്പിക്സിന്റെ ക്ലാസ്സസ് കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ക്ലാസ്സസ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നോക്കാം ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു 5 മാർക്കിനാണ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. സോ എന്താണ് കേരള ഹിസ്റ്ററി നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. സോ ഇനി നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ പോകണം. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിന്, ഓരോ സബ്ജക്റ്റിനും നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. സോ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇതിൽ ഏത് ടോപ്പിക് ആണെന്ന് വെച്ചാൽ ആ ടോപ്പിക് എടുത്ത് വെച്ചിട്ട്, നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റാങ്ക് ഫയൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് അല്ല. നമ്മളിപ്പം ക്ലാസ് ഫോളോ ചെയ്ത് വന്നവർക്കറിയാം, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക് എടുത്താൽ എല്ലാവരും ജസ്റ്റ് പോർച്ചുഗീസുകാരെ ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡച്ചുകാരെ ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പഠിച്ചു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. നമ്മൾ ആദ്യമേ പോർച്ചുഗീസുകാരുടെ ഒരു സ്റ്റോറി വായിച്ചു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു, അത് കഴിഞ്ഞ് ഡച്ചുകാരുടെ പഠിച്ചു. ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കേസിൽ നമുക്ക് NCERT
അല്ല SCRT ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കേസിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കേരള ഹിസ്റ്ററിയുടെ വീഡിയോസ് എല്ലാം തന്നെ, ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മളുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ്ട് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് എന്താണ്, ഈ ഓരോ നോട്ട്സിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ അഭാവം മൂലമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സോഴ്സ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ഫയലിലൊക്കെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ നിങ്ങൾ നമ്മളുടെ KSS കോഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിരിക്കാം, അതിൽ ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരിക്കുക. ഞാൻ വീണ്ടും പറയാണ്, വാട്സ്ആപ്പ് മെസ്സേജ് ആണ്, കോൾ ചെയ്യരുത്. കാരണം ലൈവ് ഒക്കെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കോൾസ് ഒക്കെ വരുന്നത്. അത് എനിക്ക് ലൈവ് കട്ടായി പോവുകയും ചെയ്യും, എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തൂല. ഓക്കെ, അതുകൊണ്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് ടോപ്പിക്സ് കഴിഞ്ഞു വന്നു കേട്ടോ. നിങ്ങളിപ്പം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം നോക്കുക. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വെച്ചിട്ട് വേണം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട. കാരണം ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫെബ്രുവരിയിൽ നമ്മൾ കറക്റ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും. ഒരു അഡ്വാൻറ്റേജ് ടെലഗ്രാം ബാച്ചിൽ വന്നാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇതിന്റെയൊക്കെ നോട്ട്സ് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ ബുക്കുകളും അല്ലെങ്കിൽ നെറ്റൊക്കെ നോക്കി ഒരുപാട് ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതിന്റെ ക്ലാസ് യൂട്യൂബിലായിരിക്കും നടക്കുന്നത്. ബാക്കി ലൈവ് അല്ലാതെ നമ്മൾ വോയിസ് ലൈവ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റ്, ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇനി വീക്ക്ലി ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വീക്ക്ലി കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ എല്ലാം ഒരു ടെസ്റ്റ് പേപ്പേഴ്സ് വീക്ക് എൻഡിൽ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പം ടെലഗ്രാം ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട്, ആരെങ്കിലുമൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാംസിന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 100 rupees പെർ മന്ത് ആയിരിക്കും. ഓക്കെ, സോ അടുത്ത നമ്മളുടെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അതാണ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എർത്ത് സ്ട്രക്ചർ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കേസിൽ, വേൾഡ് ഹിസ്റ്ററിയുടെ കേസിൽ നമ്മൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. അടുത്ത ഫോർമേഷൻ ഓഫ് INC നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സും കംപ്ലീറ്റ് ആവും. ഇതിന്റെ കേസിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് തീരാറായിട്ടുണ്ട്. അടുത്തത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു ടൈമിൽ പറയുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഇതിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഫിസിയോഗ്രഫി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. റിവേഴ്സിന് ഉടനെ തന്നെ വരുന്നുണ്ട്. എക്കണോമിക്സിന്റെ കേസിൽ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മളുടെ സിലബസിൽ. നമുക്ക് ഉടനെ തന്നെ ഈ ഒരു മന്തിൽ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ നിങ്ങൾ ഇത് പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോർഷൻസ്, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ക്ലാസ്സുകൾ കണ്ട് ആ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അടുത്ത ടാസ്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിയായിട്ടുള്ള നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പോഴത്തേക്ക് റെഡി ആയിരിക്കണം. ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് റെഡി ആയിരിക്കണം. ഓക്കെ, സോ ഫിസിക്സിന്റെ കേസിൽ ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സൗണ്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ഒരു ഒറ്റ പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ഡിഫറെന്റ് വീഡിയോസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ കേസിലും അതുപോലെ തന്നെ ആയിരിക്കും. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ കൾച്ചർ എന്ന് പറയുന്ന ഒറ്റ പ്ലേലിസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ലിറ്ററേച്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. റൈറ്റേഴ്സ് നിക് നെയിം കഴിഞ്ഞു. ഇനി ഉടനെ പെൻ നെയിം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി സിനിമ, അതിന്റെ ഒറിജിൻ, ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കൾച്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഹാർഡ്വെയർ കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള
കുറച്ച് ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെ ഉടനെ വരുന്നതാണ്. സോ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും ബാക്കിയുള്ള വീഡിയോസ് എല്ലാം പിറകെ വരുന്നതാണ്. അപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് അത്രയും കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമല്ല ഈ ഒരു സിലബസ് നിങ്ങൾ ഇപ്പം ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ഈ ഒരു സിലബസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 10th ലെവൽ മെയിൻസ് വളരെ ഈസി ആയിട്ട്, അതിലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് 12th ലെവൽ പറയണ്ടല്ലോ, ഈ ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിഗ്രി ലെവൽ സിലബസ് വെച്ചൊന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. അത് പഠിച്ചു കഴിയുകയാണെങ്കിൽ ഒരു 3 month മാക്സിമം ഒരു 3 month ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ നോട്ട്സും PDF കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം കളയേണ്ട ആവശ്യമില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ടെലഗ്രാം ബാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ക്ലാസ്സസ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ മെന്റൽ എബിലിറ്റി ക്ലാസ്സസ് ഒക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്പർ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏജ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ കുറെ ഫോളോ ചെയ്ത് കുറെ ഇങ്ങ് വന്നു അല്ലെ. ഇംഗ്ലീഷ് വൊക്കാബുലറി കഴിഞ്ഞു, ഇംഗ്ലീഷ് ഗ്രാമർ നടക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വൊക്കാബുലറി കുറെ ആയിട്ടുണ്ട് അല്ലെ. പിന്നെ മലയാളത്തിന്റെ കേസ് പറയേണ്ട, മലയാളത്തിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. 15 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഡിസംബർ 2021 ഡിസംബർ മുതലുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് മിഷൻ 100 ഡേയ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നമ്മളെ കൂടെ സ്റ്റാർട്ട് ചെയ്യുക, അവസാനം നല്ല ഒരു റിസൾട്ട് നേടുക. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.